നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കാരണമാകുന്ന ഒരു പ്രത്യേകമായ ദിക്റുണ്ട്. എന്താണ് ആ ദിക്റെന്ന് ചോദിച്ചാൽ, ആ ദിക്ർ നമ്മൾ കൃത്യമായി ചൊല്ലുകയാണെങ്കിൽ വലിയ രക്ഷയും സമാധാനവും നമുക്ക് നൽകപ്പെടും. വലിയ കാവൽ നമുക്കുണ്ടാകും. അപകടങ്ങളിലേക്കും അതേപോലെയുള്ള പ്രതിസന്ധികളിലേക്കും നമ്മുടെ ജീവിതം എത്തുകയേയില്ല. അത് ചെയ്യണമെങ്കിൽ അത് ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ മനസ്സിലായില്ല. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലകപ്പെട്ടു. അപ്പോഴാണ് ഒരു ആയത്ത് ഇറങ്ങിയത്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ മറ്റൊരു ചതിപ്രയോഗമാണ്. അത് നബിതങ്ങൾക്ക് അറിയാതെ നബിതങ്ങളിലേക്ക് ആ ഒരു ചതിപ്രയോഗം എത്തിയതാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രമേൽ പവിത്രമേറിയ ആ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ദിക്റിനെ കുറിച്ച് നമുക്ക് അറിയാത്തതോ നമ്മൾ പറയാത്തതോ നമുക്ക് പരിചയമില്ലാത്തതോ അല്ല. ഈ ദിക്റിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കണം. ഇത് ചൊല്ലാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടതില്ല, കൂടുതൽ സമയം ആവശ്യമുണ്ടാകില്ല. എപ്പോഴും എങ്ങനെയും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ബുക്ക് ചെയ്യാതാരും വരരുതെന്ന് ഓർമ്മപ്പെടുത്തണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആ ഒരു പവിത്രമായ വാക്യം അത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുന്നതിലടങ്ങിയിട്ടുള്ള പൊരുൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടലാണ്. നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് പറയാൻ അള്ളാഹുവിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടലാണ്. അങ്ങോട്ട് കടന്നു ചെല്ലാൻ സമ്മതം ചോദിക്കലാണ്. കാരണം നമ്മൾ ഏതൊരു രാജാവിൻ്റെ സന്നിധിയിൽ കടക്കാനും മുൻകൂർ സമ്മതം വേണം. ഏത് ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളിൻ്റെ അടുക്കലെത്താനും. ഇപ്പോൾ നമ്മൾ വലിയ വലിയ ഉസ്താദുമാരെ കാണാൻ പോകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് പോകാൻ പറ്റില്ല. അവരുടെ സഹായികളായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളെ കണ്ട് ഉസ്താദിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് വലിയ വലിയ തിരക്കുള്ള ആളുകളുടെ അടുക്കലൊക്കെ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ രാജാതിരാജനായ ഖുർആൻ ഓതാൻ തുടങ്ങുന്ന സമയത്ത് നാം സ്നേഹനിധിയായ രാജാതിരാജനായ റബ്ബിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. ആ നടത്തുന്ന സമയത്ത് നമ്മൾ ശുദ്ധിയായി കൃത്യമായി നമുക്ക് സ്നേഹമുള്ള ഒരാളിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ എങ്ങനെല്ലാം നാം ശുദ്ധിയാകോ അതേപോലെ നാം ശുദ്ധിയായിട്ട് ഈ ഗീബത്തും നമീമത്തൊന്നും പറയാതെ ഹൃദയം ശുദ്ധിയായി മലിനമായ നാവ് കൊണ്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെത്തിയിട്ട് അള്ളാഹുവുമായിട്ട് നമ്മൾ സംഭാഷണം നടത്തുന്നു. അങ്ങനെ സംഭാഷണം നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് അഊദു ചൊല്ലിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അതാണ് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഡോറിൽ മുട്ടുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചതും വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ചതും നമ്മൾ എന്ത് വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിങ്കിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ അഊദു ഓതിയിട്ടാണ് നമ്മൾ എല്ലാ വിഷയത്തിലേക്കും ഇറങ്ങേണ്ടത്. എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ? അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുള്ള കാവൽ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലൗഹിൽ നിന്ന്
എനിക്ക് ഓതിത്തന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരുളിയിട്ടുണ്ട്. അപ്പോൾ അഊദും ബിസ്മിയും അത് റബ്ബിൽ നിന്ന് ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവതരിച്ചു കൊടുത്തത് അഊദും ബിസ്മിയും പിന്നെ ഇഖ്റഉം ബിസ്മി, ഇഖ്റ ബിസ്മി എന്നുള്ളതാണ്. അപ്പോൾ അഊദു എന്നാൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ അഭയം തേടാനുള്ള പദങ്ങൾ അത് 3 തരത്തിലാണ് വരുന്നത്. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അള്ളാഹുവിനോട് അഊദു എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അഭയം തേടുന്നു. അള്ളാഹുവിൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അഭയം തേടുന്നു. അള്ളാഹുവിൻ്റെ പരമസത്തയുമായി ബന്ധപ്പെടുത്തി നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെയാണ് ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്തിട്ടുള്ളത്. അതേപോലെയുള്ള അഭയം തേടിയിട്ടുള്ള ഒരുപാട് ദുആകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഹബീബായ തങ്ങൾ അങ്ങനെ ഒരുപാട് അഭയം തേടുന്ന തഅവൂദുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പദങ്ങൾ അവിടുത്തെ ദുആകളിലും അവിടുത്തെ ദിക്റുകളിലൊക്കെ കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമായി കാണേണ്ടതാണ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത്. ഇപ്പം എത്രയോ ആളുകൾ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന് പോറൽ വരുന്നു, വിശ്വാസത്തിൽ കുറവ് വരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായൊരു വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ജീവിതം ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നത്. ഇപ്പോൾ നോക്കൂ, തട്ടമിടാതെ പുറത്തിറങ്ങുന്ന ഒരുപാട് ആളുകളെ കാണാം. തട്ടമിടാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി തലമറയ്ക്കാതെ ഇറങ്ങുന്നവർ. ഇപ്പോഴുള്ള പുതിയ കാലത്തെ കുട്ടികളൊക്കെ അധികവും അവർ തല മുഴുവനായിട്ട് മറക്കുന്നവരല്ല, അവർ തലയുടെ പകുതി ഭാഗം മുതൽ മറക്കുന്നവരാണ്. ചിലപ്പോൾ തലയിൽ തട്ടമിടാറേ ഇല്ല. ചിലപ്പോൾ പുതിയ കാലത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള മോഡേൺ ഡ്രസ്സുകൾ ധരിച്ച് അവരുടെ ശരീരത്തിൻ്റെ അംഗലാവണ്യങ്ങളൊക്കെ പുറത്ത് കാണിച്ച് കൃത്യമായി പഴയ കാലത്ത് വസ്ത്രം ധരിച്ച് നടക്കുന്നത് പോലെയല്ല പുതിയ കാലത്തെ പിള്ളേർ നടക്കുന്നത്. അവരോടതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മാതാപിതാക്കളാകുന്ന നമുക്കതിനെക്കുറിച്ച് പറയാനും സാധിക്കുകയില്ല. പറഞ്ഞാൽ അത് അവർ ഉൾക്കൊള്ളാനും കഴിയൂല. ഇനി അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്ന്, നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അത് അവരുടെ വിശ്വാസത്തിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ്. ഞാൻ വസ്ത്രം ധരിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ മദ്രസയിൽ നിന്നും പഠിച്ചത് ഇങ്ങനെയാണ്, ശരീരം മുഴുവൻ ഔറത്താണെന്നാണ് പഠിച്ചത്. അപ്പം എൻ്റെ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല, എൻ്റെ നെക്ക് ഭാഗം കാണാൻ പാടില്ല, അതേപോലെ തന്നെ ശരീരം അങ്ങനെ എൻ്റെ അവയവങ്ങൾ എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ ധരിക്കുന്നത് പോലെ ജീൻസ് പാൻറ്റും അതുപോലെ ചെറിയ ഷർട്ടൊന്നും ധരിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊക്കെ പഠിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്താണ്? ഇതിനെക്കുറിച്ച് നാളെ ഒരു ചോദ്യം ഉണ്ടാവുമോ എന്നുള്ള പേടിയില്ല, മരിച്ചു പോകണം എന്നുള്ള പേടിയില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആളുകളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഖബറിലേക്ക് മുങ്കർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വരും. വന്നിട്ട് അവർ ചോദ്യം ചോദിക്കും, മൻ റബ്ബുക്ക വ മൻ നബിയുക്ക വ മാ ദീനുക്ക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ളൊരു വിശ്വാസം കൃത്യമായി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പേടിയുള്ള ഒരാളിങ്ങനെ ചെയ്യൂലല്ലോ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അഭയം തേടേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അഭയം തേടണം. എങ്ങനെ അഭയം തേടണം? എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നു, മദ്രസയിൽ പോകുന്നു, അപ്പോൾ അവരൊരുപാട് ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ചെറിയ ചെറിയ ലാഞ്ചനകൾ വന്നേക്കാം, വ്യത്യാസങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വലിയ കാവൽ നൽകണം എന്ന് അവരോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പിഴച്ച വിശ്വാസങ്ങളിൽ പെടാതിരിക്കാൻ അപ്പോൾ അള്ളാഹുവിനോട് അഭയം തേടണം. ഒന്ന്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടണം. രണ്ടാമത്തേത് കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ, കർമ്മപരമായ വിഷയങ്ങളിൽ. മൂന്നാമത്തേതാണ് നമ്മൾ പ്രധാനമായും 3 വിഷയങ്ങളിൽ എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് പറഞ്ഞില്ലേ. ഒന്ന്, നമ്മുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും വിശ്വാസം മടിയുറച്ചതാവാനും അതിൽ നിന്ന് വ്യതിചലിക്കാതെ മരിക്കുന്നത് വരെ അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിലായിട്ട് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ തേടണം. രണ്ടാമത്തേത് നമ്മുടെ കർമ്മപരമായ വിഷയങ്ങളിൽ. മൂന്നാമത്തേത് നമുക്ക് സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ രോഗങ്ങൾ വന്നേക്കാം,
നമ്മുടെ ശരീരത്തിനെ ഒരുപാട് ആളുകൾ നമ്മയൊക്കെ ആക്രമിക്കാൻ വരുന്നവരുണ്ടായേക്കാം. അതേപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവർ, ദുഃഖദുരിതങ്ങൾ വരുന്നവർ, വേദനയുള്ളവർ, ഈ തീപിടുത്തത്തിൽ മരണപ്പെടുക, അതേപോലെ തന്നെ മുങ്ങി മരണം, ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുക, കേൾവി ശക്തി നഷ്ടപ്പെടുക, നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചേക്കാവുന്ന ഇത്തരം അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു. അത് ഒരു ഉപ്പ ആ ഉപ്പയുടെ കുട്ടിയെ ബൈക്കിൻ്റെ അടുത്ത് നിർത്തുന്നു. ഉപ്പ ഒന്ന് വെറുതെ ജസ്റ്റ് കണ്ണൊന്ന് ഒരു 3 സെക്കൻഡോ 2 സെക്കൻഡോ മാത്രം വേറൊരു സ്ഥലത്തേക്ക് നോക്കിയപ്പോഴേക്ക് ഈ കുട്ടി അങ്ങ് ഓടുക റോഡിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് ഓടിയപ്പോൾ വലിയൊരു ലോറി വന്നിട്ട് ഒരൊറ്റ ഇടിയാണ്. ശരിക്കും എല്ലാവരും, ആ ഉപ്പയും മനസ്സിലാക്കി, അവിടെ കൂടിയ എല്ലാവരും മനസ്സിലാക്കി ഈ കുട്ടി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ട് മരണപ്പെട്ടു പോയിന്ന്. എന്നിട്ട് ഈ ചേതനയേറ്റ് കിടക്കുന്ന മകൻ്റെ ബോഡിയിലേക്ക് ജീവിതം അവസാനിച്ചു എന്ന രൂപത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ആ സത്യം മനസ്സിലായത്. അത്ഭുതകരമാകുന്ന രൂപത്തിൽ ആ മോനതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകും എവിടെയെങ്കിലുമൊക്കെ നമ്മളറിയാത്ത രൂപത്തിൽ. നമ്മളെത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മുമ്പ് ഇതേപോലെ ഒരാൾ ഏതൊരു മോളിലെന്തോ മറ്റേ സ്റ്റെയർ കയറുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉയരത്തുനിന്ന് ഒരു കുട്ടി അങ്ങ് താഴേക്ക് വീഴണേ, ഒരു ഉമ്മ എടുത്ത് നിൽക്കുന്ന സമയത്ത്. അതൊക്കെ ഉമ്മ ബോധപൂർവ്വം അങ്ങനെ ഇടൂലെന്ന് ഉറപ്പാണ്, നൊന്ത് പ്രസവിച്ച ഉമ്മയല്ലേ. പക്ഷെ അത് അറിയാണ്ട് സംഭവിച്ചു പോകുന്നു, മറ്റുള്ളവരുടെ കൈ തട്ടി സംഭവിച്ചു പോകുന്നു. ഇങ്ങനെ ഓർക്കാപ്പുറത്ത് വരുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. ഇത്തരം അപകടങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകപ്പെടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ചില താഴ്വുതിൻ്റെ പ്രയോഗങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ട് 3 പദങ്ങളാണ് പറയേണ്ടത്. ആ 3 പദങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടത് ജീവിതത്തിൽ പകർത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, നമ്മുടെ രോഗങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ നല്ല ആരോഗ്യമുള്ളയാളാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ജിമ്മിലൊക്കെ പോകുന്ന, എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എനിക്ക് പരിചയമുള്ളയാളാണ്. അയാൾ കോട്ടയത്തുകാരനാണ്. അയാൾ വർഷങ്ങളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആളാണ്. നല്ല ഉഷാറുള്ള ആളാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഇത്ര ലോങ് എന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട, തിരക്കുണ്ടാവും, ഇവിടെ ആകെ സംസാരിക്കാൻ 10 മിനിറ്റാണ് സമയം ഉണ്ടാവുക, ഏറിപ്പോയാൽ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ, അധികം 5 മിനിറ്റൊക്കെയാണ് കിട്ടാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കണ്ടേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്നു. അപ്പോൾ വന്നപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദേഹാസ്വസ്ഥത വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ 3 ബ്ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 ബ്ലോക്ക് ഉണ്ട്. അത് 2 ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു. ഇനിയൊരു ബ്ലോക്ക് സ്റ്റിൽ അത് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി മെഡിസിൻ കൊടുത്തിരിക്കുകയാണ്. അത് കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്ന്. ഇപ്പോൾ അയാൾക്ക് ഭയങ്കര പേടി. അയാൾക്ക് കുറച്ച് നടക്കുമ്പോഴേക്ക് കിതക്കുന്നു. ചെറുപ്പക്കാരനാണ്, അതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ്, എപ്പോഴാണ് വരിക എന്നറിയില്ല. നമ്മൾ വിചാരിക്കും എക്സസൈസ് ചെയ്യുന്നു, ജിം ചെയ്യുന്നു, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, വാരി വലിക്കുന്നില്ല. കാരണം ഈ ഇങ്ങനെ ജിമ്മൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഭക്ഷണത്തിനൊക്കെ ഒരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാകും, ഒരു റൊട്ടീൻ ഉണ്ടാകും, അവർ ഡയറ്റിലായിരിക്കും. അപ്പോൾ അവർക്ക് അതിനൊന്നൊരു റിസ്ക് ഉണ്ടാവില്ല. പക്ഷേ അവിടെ അത് സംഭവിക്കുന്നു. അപ്പോൾ അയാൾ ജീവിതം എന്തോ ആയ പോലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു, പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇറ്റ്സ് നോർമൽ, കൂടുതൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അപ്പോൾ എപ്പോഴാണ് എന്താണെന്ന് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് പതിവാക്കാൻ പറ്റുന്ന 3 താഴ്വുതിൻ്റെ പദങ്ങളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടൊക്കെ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നുള്ളതാണ്. ഒരത്ഭുതം എല്ലാ മേഖലകളിലും നമുക്ക് പെട്ടെന്ന് സംഭവിക്കുക എന്നുള്ളതാണ്. അതൊരു സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട്, ചില ദിക്റുകൾ കൊണ്ടുവരുന്നതുകൊണ്ടൊക്കെ ഒരു അത്ഭുതം സംഭവിക്കുക. അതല്ലാത്ത മറ്റു മാർഗങ്ങളില്ല. കൺഫേം ആയിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. ഇപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞത്, അതിൻ്റെ മുഴയുണ്ട്, സിസ്റ്റുണ്ട്, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട് എന്നൊക്കെ കൺഫേം ചെയ്ത കേസുകൾ,
അതിൽ നിന്നൊക്കെ മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ റബ്ബ് കനിഞ്ഞേ മതിയാവുള്ളൂ. അതിന് അള്ളാഹുവിൻ്റെ മുമ്പിലും മനസ്സറിഞ്ഞ് നമ്മൾ ചില ദിക്റുകൾ അത്ഭുതകരമായി ചൊല്ലുമ്പോൾ അത് കാരണമായിട്ട് നമുക്കതിൽ നിന്ന് വലിയ രക്ഷ കിട്ടും. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിനെ ആദരിക്കലാണ് അഊദു ചൊല്ലൽ എന്നുള്ളതാണ്. ഖുർആനിനെ ആദരിക്കലാണ്. ഖുർആൻ്റെ താക്കോലാകട്ടെ അത് ബിസ്മിയാണ് എന്നുള്ളതാണ്. അഊദു കൊണ്ട് ഖുർആനെ ആദരിക്കുക എന്നാൽ ഖൽബാകുന്ന മൈതാനം അഊദുവാകുന്ന ചൂലുകൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കലാണ്. അതാണ് ആദ്യം ഓതുന്നയാൾ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കലാണ് യഥാർത്ഥത്തിൽ അഊദു ഓതുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കിയിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ നാവും വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ, നഫ്സിൻ്റെ വസ്വാസുകളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും പൈശാചിക വികാരങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച് അള്ളാഹുവിനോട് അഭയം തേടാനുള്ള കൽപ്പന അത് നമുക്ക് നിർബന്ധമായ പോലെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യേണ്ടത്. അഊദു ഓതൽ സുന്നത്താണ് ഖുർആൻ ഓതുമ്പോൾ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഹബീബായ തങ്ങൾക്ക് ഖുർആൻ പാരായണം വളരെ പരിമിതമായി തീർന്നു എന്നുള്ളതാണ്. ഖുർആൻ പാരായണം അങ്ങനെ പരിമിതമായി തീർന്നപ്പോൾ അതിൻ്റെ കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഒരു മേൽപ്പറഞ്ഞ, നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞൊരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് അവതരിക്കുന്നത്. ആ ആയത്തിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടുന്നു എന്ന് പറയുന്ന, അതുമായി ബന്ധപ്പെട്ട് കാവൽ തേടാനുള്ള കൽപ്പന വരുന്ന ആയത്തപ്പോഴാണ് വരുന്നത്. അപ്പോൾ പിശാചിൻ്റെ ചതിയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. കാരണം ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ആ വിഷയം അങ്ങനെ അവതരിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങളെ കൊണ്ടായേക്കാം. നമ്മുടെ സമുദായത്തിന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ഈ വിഷയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്തതായിരിക്കാം. ആ ചതി ബാധിക്കാതിരിക്കാനാണ് അള്ളാഹുവിൽ നിന്ന് എപ്പോഴും അഭയം തേടേണ്ടത്. നമ്മൾ അഭയം തേടുമ്പോൾ, കാവൽ തേടുമ്പോൾ എപ്പോഴും നമുക്ക് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നമുക്ക് വലിയൊരു കാവലുണ്ടാകും എന്നുള്ളതാണ്. അഊദു ഓതുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന തന്നെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലൽ തന്നെയാണ്. ഇങ്ങനെ അഊദു കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ദിക്റുകൾ, ദുആകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്തുക. അഊദു കൊണ്ട് തുടങ്ങുന്ന നിരവധിയുണ്ട്. അഊദു കൊണ്ട് തുടങ്ങുന്ന എല്ലാ ദിക്റുകളും ദുആകളും അറിയുന്നതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. ശപിക്കപ്പെട്ട പിശാച് അന്ന് ശപഥം ചെയ്തിറങ്ങിയതാണ് യഥാർത്ഥത്തിൽ. മുഅ്മിനീങ്ങളായ ആളുകളെ അത് പിഴപ്പിക്കും. എല്ലാ വിഷയങ്ങളും നന്മകൾ ചെയ്യുമ്പോൾ ചെയ്യണ്ട എന്ന് തോന്നിപ്പിക്കും. തിന്മകളിലേക്ക് എപ്പോഴും അടുപ്പിക്കും. നല്ല കാര്യങ്ങൾ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക എന്ന് നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കും. നമ്മുടെ മനസ്സിന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പക്ഷേ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും, ഈ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും എഴുന്നേൽക്കാൻ സാധിക്കുക. അങ്ങനെ പൈശാചികമായ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഇത്തരം വിഷയങ്ങളിലൂടെയാണ് പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവുക. ഹറാമുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി തോന്നുക, നല്ല കാര്യങ്ങളുമായി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി തരിക. അതേപോലെ തന്നെ എപ്പോഴും വീട്ടിൽ ഈ കുടുംബജീവിതമൊക്കെ പലപ്പോഴും തകർച്ചയിലാകുന്നത് ഇത്തരം ദിക്റുകളുടെ ഒരു അഭാവമാണ്. പിശാചിന് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് രണ്ടാളുകൾ പരസ്പരം സ്നേഹത്തോടുകൂടെ, പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സ്നേഹത്തോടുകൂടെ കൂടുതൽ സമയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ ഉപദ്രവം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, നിങ്ങൾക്കറിയില്ലേ? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്ർ. അവിടെ ഷെയ്ത്വാനിനെ പ്രധാനമായിട്ട് ആട്ടി ഓടിച്ച് നമ്മൾ പ്രധാനമായിട്ട് ഷെയ്ത്വാനിൻ്റെ ഷർറിനെ തൊട്ട് കാവൽ തേടിയിട്ടാണ് നമ്മൾ കുടുംബജീവിതത്തിൻ്റെ പ്രധാന നിമിഷങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു ഹിഫ്ള്, കാവൽ, തഅവ്വുദ്, അഊദ് ഓതിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. മുത്തനബി ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ല ഒരുത്തനും അള്ളാഹുവിൽ നിന്ന് അഭയം തേടിയാൽ അയാൾക്കും പിശാചിനുമിടയിൽ അള്ളാഹു 300 മറകളിടുന്നുള്ളതാണ്.
ആരെങ്കിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ചില പദങ്ങളുണ്ട്, ഞാനത് പറയാം, ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്കും പിശാചിനുമിടയിൽ അള്ളാഹു 300 മറകളിടും. ഓരോ മറയും ആകാശഭൂമികൾക്കിടയിലുള്ള അകലത്തോളം വലിപ്പമുണ്ടാകും. അപ്പം 300 മറകളിൽ ഓരോ മറയും ആകാശഭൂമികൾക്കിടയിലുള്ളതിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാകും. അപ്പോൾ ആ 300 മറയുടെ ഒരു തിക്നെസ് എത്ര ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാവൽ എത്ര ആയിരിക്കും എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങോട്ട് ചൊല്ലാൻ പിശാചിന് കഴിയുന്നതേയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അഭയം തേടാനുള്ള കൽപ്പനയ്ക്ക് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റബ്ബിൻ്റെ അടുക്കൽ തവക്കുൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പിശാചിന് യാതൊരു അധികാരവുമില്ല എന്നുള്ളത് പറയുന്നത്. അപ്പോൾ പൈശാചിക ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പാടെ നശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തെ പാടെ തകർക്കുന്നതുമാണ്. അപ്പം അത്തരം പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ അള്ളാഹുവിൽ സ്വയം അർപ്പിച്ച് അള്ളാഹുവിൽ അഭയം തേടിയിട്ട് എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൽ തന്നെ നമ്മൾ ഭരമേൽപ്പിക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അള്ളാഹു മതി അവന് എല്ലാ വിഷയങ്ങളിലും. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. അത് പ്രഭാതത്തിലും വേണം, പ്രദോഷത്തിലും വേണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്, മനുഷ്യ പിശാചിൽ നിന്നും ജിൻ പിശാചിൽ നിന്നും നീ അള്ളാഹുവിനോട് അഭയം തേടിയോ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്വഹാബാക്കളോട് അഭയം തേടുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് ഏതു വിഷയങ്ങളിലും റബ്ബിൻ്റെ അടുക്കൽ അഭയം തേടുക, റബ്ബിൻ്റെ അടുക്കൽ തവക്കുലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നൽകി. അപ്പോൾ അഭയം തേടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് വലിയ കാവൽ കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, മനുഷ്യരിലുമുണ്ടോ പിശാച് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിൻ പിശാചിനേക്കാൾ ദ്രോഹിയാണ് മനുഷ്യരിലുള്ള പിശാച് എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ അഊദു ചൊല്ലിയാൽ പിശാച് പറയും, നീ എൻ്റെ മുതുകൊടിച്ചു, എനിക്കിനി ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ അഊദു ഓതുമ്പോൾ അത് ഇസ്തിഗ്ഫാർ പോലെ തന്നെ മുഅ്മിനിൻ്റെ നാവിൽ നിന്ന് അവിഭാജ്യമായിട്ട് നിർബന്ധമായിട്ടും വരേണ്ടതാണ് അഊദു എന്നുള്ളത്. അത് നിത്യേന 21 തവണയോ 41 തവണയോ 70 തവണയോ 100 തവണയോ ഒക്കെ പതിവായി ചൊല്ലേണ്ടതാണ്. അതുകൊണ്ട് അനേകം ഫലം അവരുടെ ജീവിതത്തിലുണ്ടാകും. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അഊദുവിൻ്റെ പ്രധാനപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് തന്നെയാണ് അതിലൊന്നാമത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചൊല്ലാം. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് തന്നെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത്. മറ്റൊന്നാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അത് മഹത്തായ ഹദ്ദാദ് റാത്തീബിലുണ്ട്. അതേപോലെ തന്നെ വിറുദുൽ ലത്തീഫിൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചൊല്ലുന്നുണ്ട്, രാത്രി ഹദ്ദാദ് റാത്തീബിലും ചൊല്ലുന്നുണ്ട്. അതും വലിയ കാവൽ ലഭിക്കാൻ കാരണമാകുന്നതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതും അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠമേറിയ ഒന്നാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എങ്ങനെ ചൊല്ലേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ആദ്യത്തെ രണ്ടൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ മൂന്നാമത്തും കൂടി കാണാതെ പഠിക്കണം. അതേപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നമ്മൾ വിറുദുൽ ലത്തീഫിൽ എപ്പോഴും ചൊല്ലാറുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞത് 4 എണ്ണാണെങ്കിലും ഇത് മാത്രമല്ല,
ഒരുപാട് തഅവ്വുദിൻ്റെ ദുആകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക, ഞാനെല്ലാം കൂടെ പറയുന്നില്ല. ഒരുപാട് ദുആകളുണ്ട്, നമ്മൾ തന്നെ ദുആ ചെയ്യുന്ന ദുആകളുണ്ട്. നമ്മൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവല് തേടിയിട്ടുള്ള ദുആ ഉണ്ട്. ഇങ്ങനെ നിരവധി ദുആകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തഅവ്വുദിന്, അഭയം തേടുന്നതിന്, അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് നന്നായിട്ട് പ്രാധാന്യം കൊടുത്ത് നല്ല രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അഊദു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാച്, പൈശാചിക ഉപദ്രവങ്ങൾ, ശൈത്വാനിയത്തിൻ്റെ ഷർറുകൾ എല്ലാ മേഖലകളിൽ നിന്നുള്ളതിനെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിതിൽ പറയുന്ന ഓരോ ദിക്റുകളും ഇതൊക്കെ കേട്ടിട്ട് പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ പറയാറുണ്ട്, ഉസ്താദ് പറയുന്ന എല്ലാം ഞാൻ ചെല്ലാറുണ്ട്, എല്ലാം എഴുതി വെക്കാറുണ്ട്, ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എല്ലാത്തിനുമുപരി മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. എപ്പോഴും ജീവിതം തകർന്നു എന്ന് കരുതിയിടത്ത് നിന്ന് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്ന സമയത്തിൽ നിന്നായിരിക്കും. ആ സമയത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഉസ്താദിൻ്റെ ഏതെങ്കിലും വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് തോട്ട്സ് മനസ്സിലേക്ക് വരുന്നുണ്ട്, ഒരു പോസിറ്റീവ് വൈബ് വരുന്നുണ്ട്, ഒക്കെ നല്ല റാഹത്ത് കിട്ടാൻ കാരണമാകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു പവറല്ല എന്നുള്ള എപ്പോഴും പറയാറുണ്ട്. നമ്മളിവിടെ പറയുന്നത് വിശുദ്ധ ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്റുകളോ മഹാന്മാരവരവരുടെ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട ദുആകളോ ദിക്റുകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങളുടെ സ്വയം നാക്കുകളെ കൊണ്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നു എന്ന് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മൾ അറിയിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. വേറൊന്നും എനിക്കിതിൽ റോളില്ല. നമ്മളിപ്പോൾ ഒരു നോട്ടീസ് എവിടെയെങ്കിലും കിട്ടിയ നോട്ടീസ് വിതരണം ചെയ്താൽ ആ നോട്ടീസിലുള്ള പ്രോഗ്രാം എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ആ നോട്ടീസ് കിട്ടി വായിച്ചുകൊണ്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ നോട്ടീസ് തന്ന ആളെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ? അതേ ഒരു റോള് മാത്രമേ എനിക്കിതിലുള്ളൂ എന്നുള്ള അറിയിക്കുകയാണ്. നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ നാക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശരീരവും ഇത്തരം ആത്മീയമായ വഴികളിലേക്ക് എത്തുന്നത് കൊണ്ട് മാത്രം വിജയിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.